ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് HIT 2 എന്ന തെലുങ്ക് മൂവിയാണ്. കില്ലർ നമ്മുടെ മുമ്പിൽ തന്നെ മറഞ്ഞിരിക്കുന്നു. പക്ഷെ അവൻ ആരാണെന്നോ അവന്റെ ലക്ഷ്യം എന്താണെന്നോ ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. അത്തരത്തിലുള്ള ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് HIT സീക്വൻസിലുള്ള HIT ദ സെക്കൻഡ് കേസ്. ഇനിയും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ മൂവിയിലേക്ക് തന്നെ പോകാം. മൂവിയുടെ തുടക്കത്തിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. രാമപ്രസാദ് എന്നൊരു കാർപ്പന്റർ അയാളുടെ ഒരാഴ്ചത്തേക്ക് പ്ലാൻ ചെയ്ത ട്രിപ്പ് ക്യാൻസൽ ആയതിനെ തുടർന്ന് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. രാമപ്രസാദ് വീട്ടിലേക്ക് വന്ന് കയറിയത് മുതൽ അയാളുടെ ഭാര്യ ജാൻസിയുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉള്ളതായി കാണിക്കുന്നു. പക്ഷെ പുള്ളി അതൊന്നും ശ്രദ്ധിക്കാതെ ഭാര്യയോട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറാനായി അലമാര തുറക്കുന്നു. പെട്ടെന്നാണ് ഒരു ചെറുപ്പക്കാരൻ രാമപ്രസാദിനെ തള്ളിയിട്ട് ആ അലമാരയിൽ നിന്നും പുറത്തേക്ക് ഓടുന്നത്. ഇത് കണ്ടതും രാമപ്രസാദ് ആകെ തളർന്നു പോകുന്നു. ഇത്രയും വലിയൊരു ചതി ചെയ്ത ഭാര്യയ്ക്ക് നേരെ അവളെ തല്ലാൻ കൈയോങ്ങുന്നെങ്കിലും അയാൾക്കതിന് കഴിയുന്നില്ല. രാമപ്രസാദിന്റെ അവസ്ഥ കണ്ടതും താൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാമെന്നും പക്ഷെ സത്യങ്ങൾ മറ്റാരോടും പറയരുതെന്നും ജാൻസി അയാളോട് പറയുന്നു. തന്റെ വിഷമങ്ങൾ ആരോടും തുറന്നു പറയാൻ പോലും സാധിക്കാതെ ആ രാത്രി മുഴുവൻ അയാൾ കണ്ണുനീരോടെ കഴിച്ചു കൂട്ടുന്നു. പിറ്റേ ദിവസം രാവിലെ 2 പോലീസുകാർ കതൽ തട്ടുമ്പോഴാണ് കാര്യം എന്തെന്നറിയാതെ രാമപ്രസാദ് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വന്നതും ജാൻസിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പേരിൽ തനിക്കെതിരെയുള്ള സ്ത്രീകളുടെ സമരം കണ്ട് അയാൾ ആകെ ഷോക്കാവുന്നു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് രാമപ്രസാദ് പറയുന്നെങ്കിലും ആരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ശേഷം പോലീസുകാർ അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്റ്റേഷനിൽ നിന്നിറങ്ങിയ രാമപ്രസാദ് സ്വന്തം വീട്ടിലേക്ക് നടക്കുമ്പോൾ ഇതുവരെ വളരെ ബഹുമാനത്തോടെ നോക്കിയിരുന്ന നാട്ടുകാർ തീർത്തും അവജ്ഞയോടെയാണ് പെരുമാറുന്നത്. ചെയ്യാത്ത കുറ്റത്തിന്റെ ഭാരവും വേറി മനസ്സ് കയറുന്ന് നടക്കുമ്പോൾ അയാൾ ഉള്ളുകൊണ്ട് എന്തോ തീരുമാനം എടുത്തിരുന്നു. വീട്ടിൽ ചെന്ന് വീട്ടുമുറ്റത്തായി ഒരു ഈർമാടം പണിത ശേഷം രാമപ്രസാദ് അതിലേക്ക് സംതൃപ്തിയോടെ നോക്കുന്നത് കാണിക്കുന്നു. പിന്നീട് പ്രസന്റ് ഡേയിലെ വിശാഖപട്ടണമാണ് കാണിക്കുന്നത്. നമ്മുടെ മൂവിയിലെ നായകൻ കൃഷ്ണദേവ് എന്ന KD വിശാഖപട്ടണത്ത് HITയിലെ SP ആയി ജോലി ചെയ്യുകയാണ്. വളരെ കൂളായും അതേസമയം ഇന്റലിജന്റ് ആയിട്ടുമാണ് അവൻ ഓരോ കേസും തെളിയിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബീച്ച് സൈഡിലെ ബോട്ടിൽ നിന്നും അരുൾ എന്നൊരു ചെറുപ്പക്കാരന്റെ ഡെഡ് ബോഡി കിട്ടുന്നു. കേസ് അന്വേഷിക്കാനായി KD സംഭവ സ്ഥലത്തേക്ക് വരുന്നു. അല്പമണിക്കൂറിനുള്ളിൽ തന്നെ അരുണിന്റെ ചേട്ടനാണ് കൊലപാതകിയെന്ന് KD കണ്ടുപിടിക്കുന്നു. എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ പ്രതിയെ കണ്ടുപിടിച്ചതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പൊതുവെ എല്ലാ ക്രിമിനൽസും കോഴിയുടെ ബുദ്ധി മാത്രം ഉള്ളവരാണെന്നും അവരെ പിടിക്കാൻ എളുപ്പമാണെന്നും KD മറുപടി പറയുന്നു. KD അവന്റെ ഗേൾഫ്രണ്ട് ആര്യയോടൊപ്പം ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. ആര്യയാകട്ടെ ഒരു സംരംഭകയും ഒപ്പം വിമൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആക്റ്റീവ് മെമ്പർ കൂടിയാണ്. കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബാർ ജീവനക്കാരുടെ മർഡർ കേസ് KDയെ തേടിയെത്തുന്നത്. അസിസ്റ്റന്റ് വർഷയും KDയുടെ ഫ്രണ്ട് അഭിലാഷും കൂടിയാണ് സംഭവ സ്ഥലത്തേക്ക് പോകുന്നത്. അഭിലാഷ് ഹൈദരാബാദ് HITയിൽ SP ആയി ജോലി ചെയ്യുകയാണ്. ഒരു കേസ് വിഷയമായി KDയുടെ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയായിരുന്നു അഭിലാഷ് വൈസാഖിലേക്ക് വന്നത്. അകത്തെ എന്ന യുവതിയുടെ ഡെഡ് ബോഡി കണ്ടതും അവരെല്ലാം വല്ലാത്തൊരവസ്ഥയിലാകുന്നു. കാരണം തലയുൾപ്പെടെ ശരീരഭാവങ്ങളെല്ലാം മുറിച്ചു മാറ്റിയ ശേഷം ചേർത്ത് വെച്ചതുപോലെയായിരുന്നു ആ ബോഡി ഉണ്ടായിരുന്നത്. ഈ കേസാണ് HITയുടെ സെക്കൻഡ് കേസ്. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേര് സഞ്ജന എന്നായിരുന്നു. അവളുടെ കഴുത്തിലുള്ള ബൈറ്റ് മാർക്കിന്റെയും ബോഡിക്കരികിലുള്ള ഷൂ പ്രിന്റിന്റെയും ഡീറ്റെയിൽസ് എടുക്കാൻ KD വർഷയോട് പറയുന്നു. ക്രൈം സീനിൽ നിന്ന് വന്ന ശേഷം എന്തോ ആലോചനയോടെ ഇരിക്കുന്ന KDയോട് പ്രതിയെ കണ്ടെത്തിയോ എന്ന് ആര്യ ചോദിക്കുന്നു. ഇല്ലെന്ന് KD മറുപടി പറയുമ്പോൾ പ്രതിയെ കണ്ടെത്തുന്നതിന് പകരം നീ തന്നെ ഇങ്ങനെ ഇമോഷണലായി ചിന്തിച്ചാലോ എന്ന് ആര്യ അവനോട് ചോദിക്കുന്നു. ശേഷം KDയും വർഷയും അഭയും കൂടെ ഫോറൻസിക്കിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. കിട്ടിയ ഡെഡ് ബോഡിയിൽ തല സഞ്ജനയുടേതാണെങ്കിലും കൈകളും കാലുകളും ദേഹവും ഒക്കെ വെവ്വേറെ ആളുകളുടേതാണെന്ന് ഫോറൻസിക് സർജൻ അവരോട് പറയുന്നു. മാത്രമല്ല മരിച്ച പെൺകുട്ടികളെല്ലാം 25-നും 30-നും ഇടയിൽ പ്രായമുള്ളവരാണെന്നും പക്ഷെ ബോഡി പാർട്സ് ഫ്രീസ് ചെയ്തിരുന്നതിനാൽ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഫോറൻസിക് ഡോക്ടർ പറയുന്നു. സഞ്ജനയുടെ കഴുത്തിലെ ബൈറ്റ് മാർക്കിൽ നിന്നും കില്ലർ ഒരു എക്സ്ട്രാ പല്ലുള്ള ആളാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ബോഡിയുടെ അടുത്ത് നിന്ന് കിട്ടിയ ഷൂ പ്രിന്റ് വെച്ച് ആ ഷൂസിന്റെ മോഡലും ഡോക്ടർ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. മാത്രമല്ല ഈ കൊലപാതകങ്ങൾ ചെയ്തത് ഒരു സീരിയൽ കില്ലർ ആകാനാണ് ചാൻസ് എന്നും ഡോക്ടർ അവരോട് പറയുന്നു. ശേഷം KD ഇക്കാര്യങ്ങളൊക്കെ DGPയെ അറിയിക്കുന്നു. വൈസാഖിൽ SP റാങ്കിൽ വേറെ ഓഫീസേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അഭിലാഷിനെയും കൂടെ കേസ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്താൻ DGP KDയോട് പറയുന്നു. മാത്രമല്ല എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി പ്രതിയെ കണ്ടെത്തണമെന്നും DGP ഉത്തരവിടുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി KDയും ടീമും സഞ്ജന റെന്റിൽ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോകുന്നു. സഞ്ജനയും രഞ്ജിത എന്നൊരു മറ്റൊരു യുവതിയും കൂടിയാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. വീട് മുഴുവൻ ചെക്ക് ചെയ്യുന്നതിനൊപ്പം രഞ്ജിതയിൽ നിന്ന് സഞ്ജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. ഒരേ വീട് ഷെയർ ചെയ്യുന്നു എന്നതിനപ്പുറം രഞ്ജിതയും സഞ്ജനയും തമ്മിൽ മറ്റു ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കേസന്വേഷണം പൂർത്തിയാകുന്നതുവരെ മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കാൻ KD രഞ്ജിതയോട് പറയുന്നു. രഞ്ജിതയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന അവളുടെ ബോയ്ഫ്രണ്ട് കുമാറിനോടും KD ചില ഡീറ്റെയിൽസ് തിരക്കുന്നു.
കുമാറിന് എക്സ്ട്രാ പല്ലുണ്ടോ എന്നും അവന്റെ ഷൂ സൈസ് എത്രയാണെന്നും കൂടെ ചെക്ക് ചെയ്തിട്ടാണ് കേടി അവരെ പറഞ്ഞു വിടുന്നത്. അതിനുശേഷം സഞ്ജനയുടെ സ്വന്തം വീട്ടിലേക്കാണ് കേടി പോകുന്നത്. സഞ്ജനയുടെ വീട്ടിൽ അവളുടെ അച്ഛൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആകെ ഉണ്ടായിരുന്ന മകളെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് ആരാണെങ്കിലും കണ്ടെത്തി തരണമെന്ന് ആ വൃദ്ധൻ കേടിയോട് പറയുന്നു. സഞ്ജനയുടെ സ്കൂൾ ഫോട്ടോ പരിശോധിക്കുമ്പോഴാണ് അതിലൊരു കുട്ടിക്ക് എക്സ്ട്രാ പല്ലുള്ളത് കേടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ പയ്യന്റെ പേര് രാഘവ് എന്നായിരുന്നു. സഞ്ജനയുടെ അച്ഛനോട് ചോദിച്ച ശേഷം കേടി രാഘവന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ രാഘവന്റെ പേരൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. രാഘവ് ഇവിടെ ഇല്ലെന്നും വൈശാഖ് ജോലി ചെയ്യുകയാണെന്നും അവന്റെ പേരൻസ് കേടിയോട് പറയുന്നു. രാഘവന്റെ ജോലി സ്ഥലത്തെയും താമസ സ്ഥലത്തെ അഡ്രസ്സും ഒപ്പം അവന്റെ ഫോൺ നമ്പറും കേടി അവരോട് വാങ്ങുന്നു. രാഘവന്റെ പേരൻസ് അവനെ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ ഒരു കോൺസ്റ്റബിളിനെയും കേടി അവർക്ക് കാവല് നിർത്തുന്നു. ശേഷം കേടിയും വർഷയും അഭിയും കൂടെ രാഘവന്റെ താമസ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ആരും ഇല്ലെന്ന് മനസ്സിലാക്കിയതും ലോക്ക് പൊളിച്ച് അവര് 3 പേരും കൂടെ വീടിനകത്ത് കയറുന്നു. അകത്തു നിന്നും കില്ലറിന്റേതെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഷൂസ് കേടി കണ്ടെത്തുന്നു. അഭിയെയും വർഷയും അതുമായി ഫോറൻസിക്കിലേക്ക് പറഞ്ഞുവിട്ട് കേടി രാഘവന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ കേടി എത്തുന്നതിന് തൊട്ടു മുന്നേ രാഘവന്റെ അച്ഛൻ കോൺസ്റ്റബിളിനെ കണ്ണു വെട്ടിച്ച് അവനെ കോൾ ചെയ്യുന്നു. പോലീസ് നിന്നെ അന്വേഷിച്ചു വരുമെന്ന് അച്ഛൻ അവനോട് പറയുന്നു. കൃത്യം ഈ സമയത്താണ് കേടി അവിടേക്ക് വരുന്നത്. കേടിയെ കണ്ടതും രാഘവ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ കേടി രാഘവനെ കീഴ്പ്പെടുത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. സഞ്ജനയെ എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് കേടി ചോദിക്കുമ്പോൾ അന്ന് രാത്രി താൻ വൈശാഖിലില്ലായിരുന്നെന്നും ഒരു പേഴ്സണൽ ആവശ്യത്തിനായി കാക്കിനാട പോയിരിക്കുകയായിരുന്നെന്നും രാഘവ് മറുപടി പറയുന്നു. എന്തിനാണ് കാക്കിനാട പോയതെന്ന് കേടി ചോദിക്കുന്നെങ്കിലും അത് തന്റെ പേഴ്സണൽ കാര്യമാണെന്നും പുറത്തു പറയാൻ കഴിയില്ലെന്നും രാഘവ് മറുപടി പറയുന്നു. കേടി രാഘവനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് വർഷ കോൾ ചെയ്യുന്നത്. രാഘവന്റെ ഷൂസിൽ രക്തത്തിന്റെ ട്രേസ് ഉണ്ടെന്നും ക്രൈം സ്പോട്ടിൽ രാഘവ് ഉണ്ടായിരുന്നെന്നും വർഷ കേടിയോട് പറയുന്നു. ഇത് കേട്ടതും കില്ലർ രാഘവ് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. പ്രതിയെ കണ്ടെത്തിയ വിവരം DGP അറിയിക്കാനും കോർട്ട് ഹിയറിംഗിനുള്ള അനുമതി വാങ്ങാനും കേടി വർഷയോടും അഭിയോടും പറയുന്നു. മാത്രമല്ല സഞ്ജനയ്ക്കൊപ്പം കൊല്ലപ്പെട്ട മറ്റു 3 പെൺകുട്ടികളെ കൂടി കണ്ടെത്തണമെന്നും അവൻ അവരോട് പറയുന്നു. ശേഷം കേടി വീട്ടിലെത്തുമ്പോഴാണ് ആര്യ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത അവനോട് പറയുന്നത്. ഇത് കേട്ടതും അവന് ഒരുപാട് സന്തോഷം തോന്നുന്നു. മറുഭാഗത്ത് സഞ്ജനയുടെ കില്ലറിനെ കണ്ടെത്തിയതിൽ DGP കേടിയെ അഭിനന്ദിക്കുന്നു. കില്ലറിനെ കണ്ടെത്തിയെങ്കിലും കൊല്ലപ്പെട്ട മറ്റു 3 പെൺകുട്ടികൾ ആരാണെന്ന് കൂടി കണ്ടെത്തണമെന്ന് കേടി DGPയോട് പറയുന്നു. പക്ഷെ ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നും ഇനിയുള്ള കാര്യങ്ങളൊക്കെ കോടതി നോക്കിക്കോളുമെന്നും DGP മറുപടി പറയുന്നു. കാരണം ഈ കേസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് മാത്രമായിരുന്നു DGPയുടെ താല്പര്യം. പക്ഷെ കേടി അതിന് കൂട്ടു നിൽക്കുന്നില്ല. പ്രസ് മീറ്റിലും താൻ ഇതേ കാര്യം തന്നെ ആവർത്തിക്കുമെന്ന് കേടി DGPയോട് പറയുന്നു. ഇതിനിടയ്ക്ക് താൻ വൈശാഖിൽ വന്ന കാര്യം ശരിയായതുകൊണ്ടും രാഘവന്റെ കേസ് ഏകദേശം കംപ്ലീറ്റ് ആയതുകൊണ്ടും അഭി വീണ്ടും ഹൈദരാബാദിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ രാഘവനെ കോടതിയിൽ ഹാജരാക്കുന്നതാണ് കാണിക്കുന്നത്. സഞ്ജന കൊല്ലപ്പെട്ട ദിവസം താൻ കാക്കനാട് ആയിരുന്നെന്ന് പറയുന്നെങ്കിലും എന്തിനു വേണ്ടി പോയി എന്ന ചോദ്യത്തിന് രാഘവ് മറുപടിയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ രാഘവനെ റിമാൻഡിൽ വയ്ക്കാൻ കോടതി ഉത്തരവിടുന്നു. ഇതിനിടയ്ക്ക് പലതവണ രാഘവന്റെ കേസ് ഹിയറിംഗിന് വരുന്നെങ്കിലും കാക്കനാട പോയത് എന്തിനാണെന്ന് മാത്രം രാഘവ് ആരോടും പറയുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം കേടിയുടെ ലാപ്ടോപ്പിലേക്ക് അൺനോൺ ഐഡിയിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു. സഞ്ജന കൊല്ലപ്പെട്ട ദിവസം രാഘവ് കാക്കനാട ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഇത് കണ്ടതും സത്യം അറിയാൻ കേടി വർഷയും കൂട്ടി ആ യൂട്യൂബറിന്റെ വീട്ടിലേക്ക് പോകുന്നു. തിയേറ്ററിന് മുന്നിൽ വെച്ച് റിവ്യൂ ചെയ്യുന്ന ആ യൂട്യൂബറിന്റെ വീഡിയോയിൽ രാഘവും ഒപ്പം മറ്റൊരു പെണ്ണും ഉണ്ടായിരുന്നു. ഒറിജിനൽ വീഡിയോയുടെ ഡേറ്റ് പരിശോധിക്കുമ്പോൾ അത് സഞ്ജന മരിച്ച ദിവസത്തേത് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. രാഘവന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണിനെ കണ്ടുപിടിക്കാൻ വർഷയെ ഏൽപ്പിച്ച ശേഷം കേടി രാഘവനെ നേരിട്ട് കാണാൻ തീരുമാനിക്കുന്നു. അപ്പോഴേക്കും സമയം ഏകദേശം രാത്രിയായിരുന്നു. രാഘവനെ കാണാൻ വരുന്ന കാര്യം പറഞ്ഞ് കേടി ജയിലറിനെ കോൾ ചെയ്യുന്നു. പക്ഷെ അപ്പോഴാണ് DIGയുടെ നിർദ്ദേശപ്രകാരം 3 പോലീസുകാർ രാഘവനെ രഹസ്യമായി എൻകൗണ്ടർ ചെയ്യാൻ കൂട്ടിക്കൊണ്ടുപോയെന്ന് കേടിക്ക് മനസ്സിലാകുന്നത്. കേടി ഉടൻ തന്നെ DIGയെ കോൾ ചെയ്യുന്നു. രാഘവ് കുറ്റവാളിയല്ലെന്നും മർഡർ നടന്ന ദിവസം അവൻ കാക്കനാട ഉണ്ടായിരുന്നതിന് തെളിവ് കിട്ടിയിട്ടുണ്ടെന്നും കേടി DIGയോട് പറയുന്നു. പക്ഷെ അയാൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നാട് മുഴുവൻ കുറ്റവാളിയെ തൂക്കിലേറ്റണമെന്ന് മുറവിളി കൂട്ടുന്ന സാഹചര്യത്തിൽ രാഘവ് പ്രതിയാണെങ്കിലും അല്ലെങ്കിലും അവനെ കൊലപ്പെടുത്തി കേസ് ക്ലോസ് ചെയ്യാനായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. ഇത് മനസ്സിലാക്കിയതും കൂടുതൽ സംസാരിക്കാതെ കേടി ആ കോള് കട്ട് ചെയ്യുന്നു. രാഘവനെ രക്ഷിക്കാനായി കേടി പല സീനിയർ ഓഫീസേഴ്സിനെയും വിളിച്ചു നോക്കുന്നെങ്കിലും അവരാരും കോൾ എടുക്കുന്നില്ല. ഒടുവിൽ മറ്റു വഴിയില്ലാതെ കേടി തന്റെ പരിചയത്തിലുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടറിനെ കോൾ ചെയ്യുന്നു. രാഘവനെ രഹസ്യമായി എൻകൗണ്ടർ ചെയ്യാൻ പോവുകയാണെന്നും ഇക്കാര്യം ഉടൻ തന്നെ ടെലികാസ്റ്റ് ചെയ്യണമെന്നും കേടി അയാളോട് പറയുന്നു. കേടിയുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി ആ റിപ്പോർട്ടർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. മറുഭാഗത്ത് ഈ ന്യൂസ് കണ്ട മന്ത്രിയും DGPയും ആകെ ഷോക്കാകുന്നു. തങ്ങൾ വളരെ രഹസ്യമായി പ്ലാൻ ചെയ്തത് ചാനലുകാർ എങ്ങനെ അറിഞ്ഞെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല.
ഉടൻ തന്നെ DGP രാഘവനെ എൻകൗണ്ടർ ചെയ്യാൻ ഏൽപ്പിച്ച പോലീസുകാരെ വിളിച്ച് ആ പ്ലാൻ ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ രാഘവനെ വീണ്ടും ജയിലിലേക്ക് മാറ്റുന്നു. രാഘവനെ കണ്ടതും നിന്നെ ഇന്നിവരെ എൻകൗണ്ടർ ചെയ്തില്ലേ എന്ന് ചോദിച്ച് സഹതടവുകാർ കളിയാക്കുന്നു. ചെയ്യാത്ത കുറ്റത്തിന് തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത് രാഘവനെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നു. മറുഭാഗത്ത് KD രാഘവനെ മീറ്റ് ചെയ്യാൻ ജയിലിലേക്ക് പോകുന്നതിനിടെ വർഷ അവനെ കോൾ ചെയ്യുന്നു. രാഘവ് അന്ന് കാക്കനാട് വെച്ച് മീറ്റ് ചെയ്തത് അവന്റെ മുൻകാമുകിയായിരുന്നെന്നും അവളുടെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് അവളെ കൂടി ഇതിൽ വലിച്ചിഴക്കാതിരിക്കാനാണ് രാഘവ് അവളുടെ പേര് പറയാതിരുന്നത്. അതിനുശേഷം KD ജയിലിലേക്ക് വരുന്നത് കാണിക്കുന്നു. എന്നാൽ രാഘവനെ വിളിക്കാനായി സെല്ലിലേക്ക് ചെന്ന പോലീസുകാർ അവന്റെ ഡെഡ് ബോഡിയാണ് കാണുന്നത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന പ്രഷർ താങ്ങാനാവാതെ സെല്ലിനുള്ളിൽ തൂങ്ങി മരിച്ചിരിക്കുന്ന രാഘവനെ കണ്ട് KD ആകെ ഷോക്കാവുന്നു. രാഘവന്റെ ബോഡി ആംബുലൻസിൽ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ അവന്റെ സൂയിസൈഡ് നോട്ടിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് KDക്ക് വളരെ കുറ്റബോധം തോന്നുന്നു. അങ്ങനെ ആകെ നിരാശനായി കോരി ചൊരിയുന്ന മഴയത്ത് വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ കില്ലർ കൊണ്ടുവച്ച രഞ്ജിതയുടെ ഫോട്ടോ കാണുന്നത്. KD ഉടൻ തന്നെ രഞ്ജിതയെ കോൾ ചെയ്യുന്നു. നീ എവിടെയാണെന്ന് KD ചോദിക്കുമ്പോൾ കുമാറിന്റെ കൂടെ വീട്ടിലാണുള്ളതെന്ന് അവൾ മറുപടി പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കാനും ഞാൻ ഉടനെ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് KD കോള് കട്ട് ചെയ്യുന്നു. ശേഷം ഉടൻ തന്നെ KD രഞ്ജിത താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നു. സഞ്ജനയും മറ്റു 3 പെൺകുട്ടികളെയും കൊന്നത് രാഘവല്ലെന്നും യഥാർത്ഥ കില്ലർ ഇപ്പോൾ രഞ്ജിതയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്നും KD അവരോട് പറയുന്നു. പക്ഷെ അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ മറികടന്ന് മാത്രമേ അയാൾക്ക് രഞ്ജിതയെ കൊണ്ടുപോകാൻ കഴിയൂ എന്ന് കുമാർ KDയോട് പറയുന്നു. അവിടെയെല്ലാം അന്വേഷിച്ചെങ്കിലും സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താൻ KDക്ക് കഴിയുന്നില്ല. ഒറ്റയ്ക്ക് പുറത്തേക്കൊന്നും പോകരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയിട്ടാണ് KD അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഇത്തവണ കാറിന്റെ വൈപ്പറിൽ കില്ലർ കൊണ്ടുവച്ചത് കഴുത്തിൽ റെഡിങ് കൊണ്ട് വരച്ച ആര്യയുടെ ഫോട്ടോയായിരുന്നു. അത് കണ്ടയുടൻ തന്നെ KD ആര്യയുടെ ഫോണിലേക്ക് കോൾ ചെയ്ത് നോക്കുന്നെങ്കിലും അവൾ കോൾ എടുക്കുന്നില്ല. മറുഭാഗത്ത് ആര്യയുടെ ബൊട്ടീക്ക് കാണിക്കുന്നു. മേശയിലിരിക്കുന്ന മൊബൈൽ സൈലന്റ് ആയതിനാൽ KDയുടെ കോൾ വരുന്നതൊന്നും അവൾ അറിയുന്നില്ല. എന്തോ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കുന്നെങ്കിലും അവൾ അവിടെ ആരെയും കാണുന്നില്ല. ഇതേ സമയം നിലയ്ക്കാത്ത മഴയത്ത് KD ആര്യയെ കോൾ ചെയ്തുകൊണ്ട് ബൊട്ടീക്കിലേക്ക് വണ്ടി ഓടിക്കുന്നു. അധികം വൈകാതെ ബൊട്ടീക്കിന് മുമ്പിൽ എത്തിയെങ്കിലും അവിടെ എങ്ങും ആരും ഇല്ലെന്ന് അവന് മനസ്സിലാകുന്നു. അവിടുന്ന് നേരെ വീട്ടിലേക്കാണ് അവൻ പോകുന്നത്. വീട്ടിലെത്തുമ്പോഴേക്കും ഭയം കൊണ്ട് അവനാകെ വല്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു. വീട്ടിൽ പലയിടത്തും ആര്യയെ തിരയുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. അങ്ങനെ കില്ലർ ആര്യയെ കൊണ്ടുപോയെന്ന് വിചാരിക്കുന്ന സമയത്താണ് ഒരു ചെറിയ പട്ടിക്കുട്ടിയെയും കൊണ്ട് ആര്യ അവിടേക്ക് വരുന്നത്. പുറത്തെ മഴ കാരണം അവൻ വിളിച്ചതൊന്നും ആര്യ അറിഞ്ഞിട്ടില്ല. ആര്യയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന ആശ്വാസത്തിൽ അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ KDയുടെ മുഖഭാവത്തിൽ നിന്നും എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ ആര്യ അതിനെക്കുറിച്ച് ചോദിക്കുന്നെങ്കിലും അവളെ കൂടി ടെൻഷൻ ആക്കാതിരിക്കാനായി അവൻ സത്യങ്ങളൊന്നും പറയുന്നില്ല. ശേഷം മനസ്സ് ശരീരവും ഓക്കെ ആകാൻ KD ഏറെ നേരം ഷവറിനടിയിൽ നിൽക്കുന്നു. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ബാത്റൂമിലെ കണ്ണാടിയിൽ ഒരു തലയോട്ടിയുടെ ചിത്രവും ഒപ്പം കോഴിയെന്ന് എഴുതിയിരിക്കുന്നതും KD കാണുന്നത്. ഇത് കണ്ടതും പണ്ട് അരുളിന്റെ കേസിൽ പ്രതിയെ ഈസിയായിട്ട് കണ്ടുപിടിച്ചപ്പോൾ ക്രിമിനൽസിലെല്ലാം കോഴിയുടെ ബുദ്ധിയാണെന്നും അവരെ കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്നും താൻ വീഡിയോയ്ക്ക് മുമ്പിൽ പറഞ്ഞ കാര്യം KDക്ക് ഓർമ്മ വരുന്നത്. ആര്യയുടെ വിളി വന്നതും KD വേഗം കണ്ണാടിയിലുള്ള ചിത്രം മായ്ച്ചു കളഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. KD അവന്റെ ഡോഗ് മാക്സിനെയും കൊണ്ട് വീടിന് ചുറ്റും പരിശോധിക്കുന്നെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താനാകുന്നില്ല. രാത്രി മുഴുവൻ അവൻ ആ വീടിന് കാവല് നിൽക്കുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ 2 പോലീസുകാരെ ആര്യയ്ക്ക് കാവലിന് ഏർപ്പെടുത്തുന്നു. താനിപ്പോൾ ഹൈ പ്രൊഫൈൽ കേസ് അന്വേഷിക്കുന്നത് കൊണ്ട് പ്രോട്ടോകോളിന്റെ ഭാഗമായി പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയതാണെന്നാണ് അവൻ ആര്യയോട് പറയുന്നത്. ശേഷം KD നേരെ DIGയെ കാണാനായി പോകുന്നു. ഒരു നിരപരാധിയാണ് മരിച്ചതെന്നും യഥാർത്ഥ കില്ലറിനെ പിടിച്ചിട്ടില്ലെന്നുമുള്ള സത്യം മീഡിയ അറിയിക്കണമെന്ന് KD DIGയോട് പറയുന്നു. പക്ഷെ അതിന് മറുപടിയായി രാഘവനെ പോലീസ് എൻകൗണ്ടർ ചെയ്തതാണെന്ന് വിചാരിച്ച് ജനങ്ങൾ അത് ആഘോഷമാക്കുകയാണെന്ന ന്യൂസ് റിപ്പോർട്ടിംഗ് DIG KDക്ക് കാണിച്ചു കൊടുക്കുന്നു. ഈ സാഹചര്യത്തിൽ രാഘവ് നിരപരാധിയാണെന്ന സത്യം പുറത്തുവിടാൻ സാധിക്കില്ലെന്നും മരിച്ച 3 പെൺകുട്ടികൾ ആരാണെന്ന് കൂടി കണ്ടെത്തി അവരെ രാഘവുമായിട്ട് ലിങ്ക് ചെയ്ത് ഈ കേസ് ക്ലോസ് ചെയ്യാനും DIG ഉത്തരവിടുന്നു. പക്ഷെ യഥാർത്ഥ കില്ലർ ഇപ്പോഴും വെളിയിലാണെന്നും ഇപ്പോൾ അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ആരെയാണെന്നും KD മറുപടി പറയുന്നു. മാത്രമല്ല നാളെ ഇതുപോലെ മറ്റാരെങ്കിലും അയാൾ കൊലപ്പെടുത്തിയാൽ എന്ത് ചെയ്യുമെന്നും KD ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് പുതിയൊരു കില്ലറാണെന്ന് പറഞ്ഞ് പുതിയ കേസ് ഓപ്പൺ ചെയ്യാമെന്ന് DIG മറുപടി പറയുന്നു. അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയതും KD നേരെ ഫോറൻസിക് സർജൻ ശ്രദ്ധയെ മീറ്റ് ചെയ്യുന്നു. ക്രൈം സീനിൽ ഉണ്ടായിരുന്നത് രാഘവന്റെ ഷൂസ് തന്നെയായിരുന്നെന്ന് ശ്രദ്ധ ഉറപ്പിച്ചു പറയുന്നു. ഇനി അഥവാ രാഘവനെ ആരെങ്കിലും മനഃപൂർവ്വം കുടുക്കിയതാണെങ്കിൽ തന്നെ സഞ്ജനയുടെ കഴുത്തിലെ എക്സ്ട്രാ പല്ലിന്റെ മാർക്ക് എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് KD സംശയം ചോദിക്കുന്നു. നിലവിൽ അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ കില്ലറും എക്സ്ട്രാ പല്ലുള്ള ആളായിരിക്കണം. അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള രാഘവനെ തന്നെ കേസിൽ കുടുക്കാൻ നോക്കിയത്.
അതല്ലെങ്കിൽ രാഘവന് എക്സ്ട്രാ പല്ലുള്ളതെന്ന് മനസ്സിലാക്കി മറ്റേതെങ്കിലും ഷാർപ്പായ മെറ്റീരിയൽ കൊണ്ട് കഴുത്തിൽ മാറിയിട്ടതായിരിക്കും. എന്തായാലും ഇനി ഈ വഴി അന്വേഷിച്ചാൽ മുന്നോട്ട് സാധ്യതയില്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് മരിച്ച പെൺകുട്ടികൾ ഒരാളുടെ കയ്യിലുണ്ടായിരുന്ന പബ്ബ് മാർഗ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ കേടി തീരുമാനിക്കുന്നു. അങ്ങനെ അന്വേഷണം നടത്തുന്നതിനിടെ രാഘവ് കാക്കനാട് ഉണ്ടായിരുന്നതിന്റെ വീഡിയോ അയച്ചതാരാണെന്ന് കണ്ടെത്തിയോ എന്ന് കേടി വർഷയോട് ചോദിക്കുന്നു. അതൊരു കഫേയിൽ നിന്ന് അയച്ചതാണെന്നും കസ്റ്റമർ ഡീറ്റെയിൽസോ CCTVയോ ഇല്ലാത്തതുകൊണ്ട് ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അവൾ മറുപടി പറയുന്നു. ശേഷം അവരൊരു പബ്ബിൽ ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് അവിടുത്തെ സ്റ്റാമ്പിൽ അതാത് ദിവസത്തെ ഡേറ്റും രേഖപ്പെടുത്താറുണ്ടെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അവർക്ക് കിട്ടിയ ഡെഡ് ബോഡിയിലെ സ്റ്റാമ്പിലും അന്നത്തെ ഡേറ്റ് കാണും. അത് കണ്ടെത്താനായി അവരുടൻ തന്നെ ഫോറൻസിക്കിലേക്ക് പോകുന്നു. ഡെഡ് ബോഡിയിലെ മാർക്കിൽ നിന്നും മരിച്ച പെൺകുട്ടി പബ്ബിൽ പോയിരിക്കുന്നത് 6 മാസങ്ങൾക്ക് മുമ്പ് ജൂൺ 16-ാം തീയതിയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അവർ കണ്ടെത്തുന്നു. മരിച്ച പെൺകുട്ടിയുടെ പേര് താനി എന്നാണെന്നും 26 വയസ്സുള്ള ആ പെൺകുട്ടി ഒരു ബ്യൂട്ടി ക്ലിനിക്കിൽ ജോലി ചെയ്യുകയായിരുന്നെന്നും വർഷ കേടിയോട് പറയുന്നു. ശേഷം ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി കേടി ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നു. ഒപ്പം താനിയയുടെ ഫോട്ടോയും പബ്ലിഷ് ചെയ്യുന്നു. മറ്റ് 2 വിക്ടിംസിന്റെ ഡീറ്റെയിൽസും ഉടൻ തന്നെ കണ്ടെത്തുമെന്ന് കേടി മീഡിയയോട് പറയുന്നു. പ്രസിനോട് സംസാരിച്ചു വരുന്ന ഉടൻ തന്നെ കേടി ആര്യ കോൾ ചെയ്യുന്നു. കൊല്ലപ്പെട്ട താനിയെ തനിക്ക് അറിയാമെന്നും അവളും വുമൻസ് അസോസിയേഷൻ മെമ്പർ ആയിരുന്നെന്നും ആര്യ കേടിയോട് പറയുന്നു. ഈ സമയം ആര്യ അസോസിയേഷനിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. താനും അവിടേക്ക് വരികയാണെന്ന് പറഞ്ഞ് കേടി ആര്യയുടെ അടുത്തേക്ക് പോകുന്നു. അസോസിയേഷനിൽ അന്വേഷിക്കുമ്പോഴാണ് അവിടുത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്ന പൂജ എന്നൊരു ലേഡി ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ ആയെങ്കിലും അവിടെ ജോയിൻ ആകുന്നതിന് മുമ്പേ കൊല്ലപ്പെട്ടെന്ന് അറിയുന്നത്. ഇത് കേട്ടതും എന്തോ ഒരു സംശയം തോന്നി കേടി ഉടൻ തന്നെ ഹൈദരാബാദ് SP ആയ അബിയെ കോൾ ചെയ്യുന്നു. ഹൈദരാബാദിൽ വെച്ച് കൊല്ലപ്പെട്ട പൂജ മർഡർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും തനിക്ക് വേണമെന്ന് കേടി അബിയോട് പറയുന്നു. അസോസിയേഷൻ മെമ്പറായ താനിയും മുമ്പ് പ്രസിഡന്റായ പൂജയും ഒരേപോലെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതിൽ എന്തോ കോമൺ ഫാക്ടർ ഉണ്ടെന്ന് കേടിക്ക് സംശയം തോന്നുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ എല്ലാ അസോസിയേഷൻ മെമ്പേഴ്സിനെയും ഒപ്പം പൂജയെ അടുത്തറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇവിടേക്ക് വിളിപ്പിക്കണമെന്ന് കേടി നിലവിലെ പ്രസിഡന്റിനോട് പറയുന്നു. ദുർഗ എന്നൊരു പ്രായമായ സ്ത്രീയായിരുന്നു പൂജയുടെ വീട്ടിൽ ജോലിക്ക് ചെന്നിരുന്നത്. മാത്രമല്ല ഈ അസോസിയേഷന് തുടക്കം മുതൽ തന്നെ ദുർഗാമ്മ ഇതിനോടൊപ്പം ഉണ്ടായിരുന്നെന്നും പ്രസിഡന്റ് കേടിയോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ദുർഗാമ്മയെ ഇവിടേക്ക് കൊണ്ടുവരാൻ കേടി അവരോട് പറയുന്നു. ഇതേ സമയത്താണ് പൂജ മർഡർ കേസിന്റെ ഡീറ്റെയിൽസ് പറയാൻ അബി കേടിയെ കോൾ ചെയ്യുന്നത്. 4 മാസങ്ങൾക്ക് മുമ്പാണ് ഹൈദരാബാദിൽ വെച്ച് പൂജയുടെ ഡെഡ് ബോഡി കുഴിച്ചെടുക്കുന്നത്. മാത്രമല്ല അന്നത്തെ ആ ഡെഡ് ബോഡിയിൽ പൂജയുടെ ലെഫ്റ്റ് ഹാൻഡ് മിസ്സിംഗ് ആയിരുന്നെന്നും അബി കേടിയോട് പറയുന്നു. എത്രയും വേഗം കേസിന്റെ മറ്റു ഡീറ്റെയിൽസ് കൂടെ തന്നെ അറിയിക്കണമെന്ന് കേടി അബിയോട് പറയുന്നു. കേടി സംശയിച്ചതുപോലെ തന്നെ വിക്ടിംസിൽ ആദ്യം ഐഡന്റിഫൈ ചെയ്ത സഞ്ജനയും വെൽഫെയർ അസോസിയേഷനിലെ മെമ്പർ ആയിരുന്നു. അങ്ങനെയെങ്കിൽ കില്ലർ ടാർഗറ്റ് ചെയ്യുന്നത് വുമൻസ് അസോസിയേഷനെയാണെന്ന് കേടി വർഷയോട് പറയുന്നു. രഞ്ജിതയുടെ പേരിലും വധഭീഷണി ഉണ്ടായിരുന്നതുകൊണ്ട് അവളും അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തോ എന്നറിയാൻ കേടി അവളെ കോൾ ചെയ്യുന്നെങ്കിലും കോള് കിട്ടുന്നില്ല. ഈ സമയത്താണ് പൂജയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന ദുർഗാമ്മ അവിടേക്ക് വരുന്നത്. മുൻപ് ഇവിടെ പ്രസിഡന്റ് ആയിരുന്ന പൂജ മരിക്കുന്നതിന് മുമ്പേ അവൾക്ക് ആരെങ്കിലും ആയി ശത്രുതയുണ്ടായിരുന്നോ എന്ന് കേടി അവരോട് ചോദിക്കുന്നു. അതൊക്കെ ഒരുപാട് വർഷം മുന്നേ നടന്നതായതുകൊണ്ട് തനിക്കതൊന്നും ഓർമ്മയില്ലെന്ന് ദുർഗാമ്മ മറുപടി പറയുന്നു. അതിന് പൂജ മരിച്ചിട്ട് 4 മാസമല്ലേ ആയുള്ളെന്ന് കേടി വീണ്ടും ചോദിക്കുന്നു. അയ്യോ, നിങ്ങൾ പൂജയെക്കുറിച്ചായിരുന്നു ചോദിച്ചത്, പക്ഷെ ഞാൻ ജാൻസിയെക്കുറിച്ചാണെന്ന് കരുതിയാണ് മറുപടി പറഞ്ഞതെന്ന് ദുർഗാമ്മ അവരോട് പറയുന്നു. പുതിയൊരു പേര് കേട്ടതും അതാരാണെന്ന് കേടി ദുർഗാമ്മയോട് ചോദിക്കുന്നു. 15 വർഷങ്ങൾക്ക് മുൻപേയുള്ള വുമൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ജാൻസി. ജാൻസിക്ക് കുടുംബമോ മറ്റു ബന്ധുക്കളോ ഇല്ലായിരുന്നെന്നും അവളെയും പണ്ടാരോ കൊലപ്പെടുത്തിയതാണെന്നും ദുർഗാമ്മ അവരോട് പറയുന്നു. ഇത് കേട്ടതും ദുർഗാമ്മയോട് അന്നത്തെ ജാൻസിയുടെ വീടിന്റെ അഡ്രസ്സ് ചോദിച്ച് കേടിയും വർഷയും അവിടേക്ക് പോകാൻ ഒരുങ്ങുന്നു. അസോസിയേഷന്റെ എല്ലാ മെമ്പേഴ്സിനോടും സേഫ് ആയിരിക്കാൻ വിളിച്ചു പറയണമെന്ന് കേടി പ്രസിഡന്റിനോട് പറയുന്നു. അവിടെ നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം കണ്ട് ആര്യയ്ക്കാകെ പേടി തോന്നുന്നു. നീ സേഫ് ആണല്ലോ എന്ന് ആര്യ കേടിയോട് ചോദിക്കുന്നു. താൻ സേഫ് ആണെന്നും ഇന്ന് രാത്രി തന്നെ ആ കില്ലറിനെ പിടികൂടുമെന്നും കേടി അവളോട് പറയുന്നു. മാത്രമല്ല ആര്യയെ സുരക്ഷിതമായി വീട്ടിലേക്ക് കൊണ്ടുപോകാനും അവൾക്ക് കാവല് നിൽക്കാനുമായി 8 പോലീസുകാരെയും അവൻ ചുമതലപ്പെടുത്തുന്നു. ദുർഗാമ്മ പറഞ്ഞ അഡ്രസ്സിലേക്ക് പോകുമ്പോൾ ജാൻസിയുടെ വീട് ഉപയോഗമില്ലാതെ പൂട്ടിക്കിടക്കുന്നതാണ് കാണുന്നത്. ആ വീടിനകത്ത് കയറി നോക്കുമ്പോൾ അവിടെ കുട്ടിയുടെ ഹൈറ്റ് മാർക്സിന്റെ അടയാളങ്ങളും ഓരോ റൂമിൽ കുട്ടികളുടെ റൂമിലുള്ള പോലെയുള്ള പെയിന്റിങ്ങുകളും ഉണ്ടായിരുന്നു. ദുർഗാമ്മ പറഞ്ഞ പോലെ ജാൻസി ഒറ്റയ്ക്കല്ലെന്നും അവർക്കൊരു കുടുംബം ഉണ്ടായിരുന്നെന്നും കേടിക്ക് മനസ്സിലാകുന്നു. വീട് പരിശോധിച്ച ശേഷം വീടിന്റെ പുറകുവശത്തേക്ക് പോകുമ്പോഴാണ് അവിടെയുള്ള ഒരു ട്രീ ഹൗസ് കേടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ട്രീ ഹൗസിനുള്ളിൽ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച രാമപ്രസാദിന്റെ ഫോട്ടോയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ട്രീ ഹൗസിൽ ഉണ്ടായിരുന്ന കുറച്ച് പെയിന്റിങ്ങും ഒപ്പം ഈ വർഷത്തെ ന്യൂസ് പേപ്പറിൽ രാമപ്രസാദിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള ആദരാഞ്ജലിയുടെ പരസ്യവും കേടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു.
ആ തെളിവുകൾ പുറത്തു നിൽക്കുന്ന വർഷയെ കാണിക്കാനായി കേടി ജീപ്പിനടുത്തേക്ക് പോകുന്നു. രാമപ്രസാദിന്റെ പേരിലുള്ള ആദരാഞ്ജലി പരസ്യം കേടി വർഷയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ കൊടുത്തയാളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല. ഒപ്പം ആ ഡ്രോയിങ്സും കേടി അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. രാമപ്രസാദ് സൂയിസൈഡ് ചെയ്യുന്നതും അത് കണ്ട് മകൻ കരയുന്നതും ജാൻസി ചിരിക്കുന്നതും ഒക്കെയാണ് ആ ഡ്രോയിങ്ങിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല കേടിയുടെ ബാത്റൂമിൽ വരച്ച തലയോട്ടിയുടെ അതേ പാറ്റേൺ ആയിരുന്നു ഈ ഡ്രോയിങ്ങിലും ഉണ്ടായിരുന്നത്. മറ്റൊരു ഡ്രോയിങ് ആകട്ടെ ജാൻസിക്ക് രാക്ഷസ രൂപം വരച്ചുകൊണ്ടുള്ളതായിരുന്നു. അവരത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജാൻസിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് ഒരു കോൺസ്റ്റബിൾ അവർക്ക് കൊണ്ടു കൊടുക്കുന്നത്. ജാൻസിയെയും ആരോ ക്രൂരമായി കൊലപ്പെടുത്തിയതാണെന്നും കൈവിരലുകളുടെ അറ്റം മുറിച്ചു മാറ്റിയതാണെന്നും അവർക്ക് മനസ്സിലാകുന്നു. നേരത്തെ കിട്ടിയ സീരിയൽ കില്ലിംഗ് വിക്ടിമിന്റെ കൈവിരലുകളുടെ അറ്റവും ഇതുപോലെ മുറിച്ചു മാറ്റപ്പെട്ട രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രീ ഹൗസിന്റെ ഭാഗത്ത് നിന്ന് മാക്സ് കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അവരവിടേക്ക് ചെന്നതും ട്രീ ഹൗസ് കത്തി നശിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതോടെ കില്ലർ തങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. പക്ഷെ ചുറ്റുപാടും പരിശോധിക്കുന്നെങ്കിലും ആരെയും കണ്ടെത്താനാകുന്നില്ല. പിന്നീട് കേടിയും വർഷയും കൂടെ പഴയ ന്യൂസ് പേപ്പർ സൂക്ഷിച്ചിരിക്കുന്ന ഓഫീസിലേക്കാണ് പോകുന്നത്. പഴയ ഏതെങ്കിലും പത്രത്തിൽ രാമപ്രസാദിന്റെ പേരിലുള്ള അഡ്വർടൈസ്മെന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ കേടി വർഷയോട് പറയുന്നു. പഴയ ഒരു പത്രത്തിൽ നിന്ന് രാമപ്രസാദിന്റെ പേരിലുള്ള പരസ്യം കണ്ടുപിടിക്കുന്നെങ്കിലും അതിൽ മകന്റെ പേരോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് വർഷ വിളിപ്പിച്ചതനുസരിച്ച് കൊല്ലപ്പെട്ട പൂജയുടെ ഹസ്ബൻഡ് ഹരി അവിടേക്ക് വരുന്നത്. കേടി ഹരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് DIG കോൾ ചെയ്യുന്നത്. രാഘവനെ എൻകൗണ്ടർ ചെയ്യാൻ പോവുകയാണെന്ന് മീഡിയയിൽ അറിയിച്ചതിനും സീരിയൽ കില്ലിങ്ങിന്റെ കേസിൽ മീഡിയയോട് വീണ്ടും സംസാരിച്ചതിനും കേടിയെ സസ്പെൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് DIG അവനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ആര്യയ്ക്ക് കൊടുത്ത പോലീസ് സെക്യൂരിറ്റിയും DIG പിൻവലിച്ചിരുന്നു. ഇത് കേട്ടതും കേടി ഉടൻ തന്നെ ആര്യയുടെ അടുത്തേക്ക് പോകുന്നു. പോകുന്ന വഴി പലതവണ അവൻ അവളെ കോൾ ചെയ്യുന്നെങ്കിലും ആര്യ അത് ശ്രദ്ധിക്കുന്നില്ല. ഒടുവിൽ കേടി വീട്ടിലെത്തുമ്പോഴേക്കും കില്ലർ ആര്യ അവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കേടി ആകെ തകർന്നു പോകുന്നു. അല്പസമയം കഴിഞ്ഞതും വർഷ കേടിയുടെ അടുത്തേക്ക് വരുന്നു. ആര്യയെ കില്ലർ തട്ടിക്കൊണ്ടുപോയെന്ന് കേടി വർഷയോട് പറയുന്നു. കേടിയുടെ അവസ്ഥ കണ്ട് പാവം തോന്നുന്നെങ്കിലും സാർ ഇമോഷണൽ ആയാൽ ആര്യയെ എങ്ങനെ രക്ഷിക്കുമെന്ന് വർഷ അവനോട് ചോദിക്കുന്നു. ഇത് കേട്ടതും ആദ്യമായി സഞ്ജനയുടെ ഡെഡ് ബോഡി കണ്ട് കേടി ഡള്ളായിരുന്നപ്പോൾ ഇതേ കാര്യം ആര്യ ചോദിച്ചത് അവൻ ഓർമ്മ വരുന്നു. കില്ലറിനെ കണ്ടെത്തി ആര്യയെ രക്ഷിക്കേണ്ട താൻ തന്നെ ഇങ്ങനെ തളർന്നിരിക്കാൻ പാടില്ലെന്ന് കേടിക്ക് മനസ്സിലാകുന്നു. ഈ സമയം കഴിഞ്ഞ കാലയളവിൽ രാമപ്രസാദിന്റെ പേരിൽ പല പത്രങ്ങളിലായി വന്ന ആദരാഞ്ജലി പരസ്യങ്ങൾ വർഷ കേടിക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിലൊന്നിലും കൊടുത്തയാളുടെ പേരോ ഡീറ്റെയിൽസോ ഇല്ലെങ്കിലും മറ്റൊരു കാര്യം കേടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. രാമപ്രസാദിന്റെ പേരിലുള്ള പരസ്യം വന്ന എല്ലാ പത്രങ്ങളിലും കോമൺ ആയി ഒരു ഫ്രീ ഡെന്റൽ ക്യാമ്പിന്റെ ആഡ് കൂടി വന്നിട്ടുണ്ട്. ഇതൊരിക്കലും വെറും കോയിൻസിഡൻസ് മാത്രമല്ലെന്ന് കേടിക്ക് മനസ്സിലാകുന്നു. മാത്രമല്ല ആ ഡെന്റൽ ക്യാമ്പിന്റെ ആഡിലുള്ള സെയിം ലോഗോ ജാൻസിയുടെ വീട്ടിലും ട്രീ ഹൗസിലും ഉണ്ടായിരുന്നു. കൂടാതെ കൊല്ലപ്പെട്ട സഞ്ജനയുടെ ഫോട്ടോ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അവൾ ഇൻവിസിബിൾ ടൂത്ത് ക്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നെന്നും കേടി കണ്ടെത്തുന്നു. സഞ്ജനയുടെ കഴുത്തിൽ കണ്ട ടൂത്ത് മാർക്ക് ഉൾപ്പെടെയുള്ള തെളിവുകൾ വെച്ച് തങ്ങൾ അന്വേഷിക്കുന്ന സീരിയൽ കില്ലർ ഒരു ഡെന്റിസ്റ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഡെന്റൽ ക്ലിനിക്ക് വഴിയാണ് കില്ലർ വിക്ടിംസിനെ പരിചയപ്പെട്ടതെന്നും അതിൽ ആര്യ ഉൾപ്പെടെ വുമൺസ് അസോസിയേഷൻ മെമ്പേഴ്സിനെ മാത്രം അവൻ സെലക്ട് ചെയ്തതാണെന്നും കേടി വർഷയോട് പറയുന്നു. പക്ഷെ ഡെന്റൽ ക്യാമ്പിന്റെ ആഡിൽ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തിന്റെ പേരല്ലാതെ ക്ലിനിക്കിന്റെ പേരോ മറ്റു കോണ്ടാക്ട് ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമ്പോഴാണ് ആര്യയ്ക്ക് ഡയറി എഴുതുന്ന ശീലമുള്ളത് അവന്റെ ഓർമ്മയിൽ വരുന്നത്. കേടി ആര്യയുടെ ഡയറി അന്വേഷിക്കാൻ പോകുന്ന നേരം തന്നെ രഞ്ജിതയുടെ ഇക്കാര്യം വിളിച്ചു ചോദിക്കാൻ വർഷയോട് പറയുന്നു. പക്ഷെ രഞ്ജിതയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് വർഷ കേടിയോട് പറയുന്നു. അങ്ങനെയെങ്കിൽ രഞ്ജിതയുടെ വീട്ടിൽ ചെന്ന് നേരിട്ട് അന്വേഷിക്കാനും ക്ലിനിക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടിയാൽ തന്നെ ഉടൻ വിളിക്കണമെന്നും കേടി വർഷയോട് പറയുന്നു. ശേഷം അവൻ റൂമിൽ ചെന്ന് ആര്യയുടെ ഡയറി എവിടെയെന്ന് അന്വേഷിക്കുന്നു. റൂം മുഴുവൻ നോക്കുന്നെങ്കിലും ഡയറി കിട്ടുന്നില്ല. ശേഷം എന്തോ സംശയത്തിന് പുറത്താണ് ആര്യയുടെ കാറ് നോക്കുന്നത്. ഭാഗ്യവശാൽ ഡയറി അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഡയറിയിൽ നിന്ന് ആര്യ പോയ ഡെന്റൽ ക്ലിനിക്കിന്റെ പേരും അഡ്രസ്സും കണ്ടെത്തി കേടി ഉടനെ അവിടേക്ക് പോകുന്നു. KRP ഡെന്റൽ ക്ലിനിക് എന്നായിരുന്നു അതിന്റെ പേര്. ക്ലിനിക്കിനുള്ളിൽ കയറുമ്പോൾ തന്നെ അതിൽ രാമപ്രസാദിന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തു വച്ചിരിക്കുന്നത് കാണുന്നു. അകത്ത് കയറി നോക്കുമ്പോഴാണ് അവിടെ വച്ചിരുന്ന പല ഫോട്ടോ ഫ്രെയിമുകളിലൊന്ന് കേടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ആയിരുന്ന പൂജയുടെ ഹസ്ബൻഡിനെ കണ്ട സെയിം ലോക്കറ്റ് ആ ഫോട്ടോ ഫ്രെയിമിലും ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കാനായി കേടി ആ ഫോട്ടോ ഫ്രെയിം എടുത്തു നോക്കുമ്പോഴാണ് ആ ഫോട്ടോയുടെ കുറച്ചു ഭാഗം ട്രാൻസ്പെറന്റ് ആണെന്നും സത്യത്തിൽ ആ ഫോട്ടോ ഫ്രെയിമിലൂടെ കണ്ട ലോക്കറ്റ് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണെന്നും അവന് മനസ്സിലാകുന്നത്. എന്തോ സംശയം തോന്നി കേടി ആ ലോക്കറ്റ് എടുത്തു നോക്കുമ്പോൾ അതിനോടൊപ്പം ആ ഭാഗത്ത് ഭിത്തിയുടെ കുറച്ചു ഭാഗം കൂടി ഇളകി പോരുന്നു. കേടി ആ ഭാഗം കൈകൊണ്ട് കുറച്ചുകൂടി മാറ്റി നോക്കുമ്പോൾ അതിനുള്ളിൽ മുറിച്ചു മാറ്റി ഒരു കൈ കാണുന്നു. അത് കൊല്ലപ്പെട്ട പൂജയുടെ ശരീരത്തിൽ നിന്ന് മിസ്സായ കൈയാണെന്ന് കേടിക്ക് മനസ്സിലാകുന്നു.
മറുഭാഗത്ത് പൂജ മർഡർ കേസിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുക എന്ന അബിക്ക് അന്ന് അവർ പ്രതിയെന്ന് സംശയിച്ച ഒരാളുടെ ഫോട്ടോ കേസ് അന്വേഷിച്ച ഓഫീസർ അയച്ചു കൊടുക്കുന്നു. പക്ഷെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം അബിയുടെ ഫോണിൽ ആ ഫോട്ടോ ഡൗൺലോഡ് ആകുന്നില്ല. ഇതേ സമയം കേടി ആ ക്ലിനിക്കിലുള്ള ഓരോ ഫോട്ടോ ഫ്രെയിമിന്റെ കൂടെയും ഓരോ ആഭരണങ്ങൾ കൂടിയിരിക്കുന്നത് കണ്ട് ആകെ അമ്പരന്ന് പോകുന്നു. അവിടെയുള്ള ടേബിളിൽ ഡോക്ടർ രാജീവ് കുമാർ എന്നെഴുതിയിരിക്കുന്നത് വായിച്ച ശേഷം അവിടെയുള്ള ഗ്രൂപ്പ് ഫോട്ടോ കൂടി അവൻ എടുത്തു നോക്കുന്നു. അതിലുള്ള ആളുകളിൽ രഞ്ജിതയുടെ ബോയ്ഫ്രണ്ട് കുമാറിനെ കേടി കണ്ടെത്തുന്ന അതേ സമയത്താണ് അബിയുടെ ഫോണിലും കുമാറിന്റെ ഫോട്ടോ ഡൗൺലോഡ് ആകുന്നത്. കുമാറാണ് തങ്ങൾ അന്വേഷിക്കുന്ന കില്ലർ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കേടി അവൻ പിന്നിൽ നിന്ന് കുത്തുന്നു. ആഴമുള്ള മുറിവായതിനാൽ തുടർന്നുള്ള ആക്രമണത്തിൽ വളരെ എളുപ്പം തന്നെ കുമാർ കേടിയെ കീഴ്പ്പെടുത്തുന്നു. ഇതേ സമയം കേടിയെ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് അഭി വർഷയെ കോൾ ചെയ്ത് കുമാറാണ് തങ്ങൾ അന്വേഷിക്കുന്ന കില്ലർ എന്ന് പറയുന്നു. മറുഭാഗത്ത് കുമാർ കേടിയെ പേഷ്യന്റ് ജയിലിൽ ലോക്ക് ചെയ്ത് ക്രൂരമായി ഉപദ്രവിക്കുന്നു. ആര്യ എവിടെയെന്ന് കേടി ആവർത്തിച്ച് ചോദിക്കുന്നെങ്കിലും അവൻ മറുപടി ഒന്നും പറയുന്നില്ല. പല രീതിയിൽ ഉപദ്രവിക്കുന്നതിന്റെ കൂടെ എക്സ്ട്രാ പല്ലുള്ള ഒരു പല്ല് സെറ്റ് കൊണ്ട് കുമാർ കേടിയുടെ കഴുത്തിൽ ബൈറ്റ് മാർക്ക് ഉണ്ടാക്കുന്നു. നീ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് കേടി ചോദിക്കുമ്പോൾ ഞാൻ വെറും കോഴിത്തലയല്ലേ, നിന്റെ ബുദ്ധിയുള്ള തലവെച്ച് കണ്ടുപിടിക്കാൻ കുമാർ മറുപടി പറയുന്നു. നീ ചത്തു കഴിഞ്ഞ് നിന്നോട് ചോദിക്കാൻ പറ്റില്ലല്ലോ, അതാണ് ഇപ്പോൾ ചോദിക്കുന്നതെന്ന് കേടി കുമാറിനോട് പറയുന്നു. ഈ അവസ്ഥയിലും കേടിയുടെ കോൺഫിഡൻസ് കണ്ട് വീൽ ചെയറിൽ ബന്ധിച്ച ആര്യയെ കുമാർ അവിടേക്ക് കൊണ്ടുവരുന്നു. ആര്യയെ കണ്ടതും കേടി അവളോട് മാപ്പ് ചോദിക്കുന്നു. നീ പേടിക്കേണ്ടെന്നും ഞാൻ നിന്നെ രക്ഷിക്കുമെന്നും അവൻ അവൾക്ക് ഉറപ്പ് നൽകുന്നു. ഇത് കേട്ടതും കേടി പറഞ്ഞത് കള്ളമാണെന്നും ഞാൻ നിങ്ങളെ 3 പേരെയും കൊല്ലുമെന്നും പറഞ്ഞ് ആര്യയുടെ പുറത്തെ കുന്തിയ വയറിൽ കുമാർ കത്തിവെക്കുന്നു. ശേഷം അല്പം പോലും സമയം കളയാതെ കുമാർ ആര്യയുടെ കയ്യിലെ വെയിൻ കട്ട് ചെയ്യുന്നു. ഇത് കണ്ട് കേടി നിസ്സഹായനായി നിലവിളിക്കുന്നത് കുമാർ ആനന്ദത്തോടെ നോക്കി കാണുന്നു. നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്തെങ്കിലും നിന്റെ ഇൻവെസ്റ്റിഗേഷൻ രീതി എനിക്ക് ഇഷ്ടമായിരുന്നെന്നും അതുകൊണ്ടാണ് രാഘവല്ല കുറ്റവാളിയെന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ അയച്ചു തന്നതെന്നും കുമാർ കേടിയോട് പറയുന്നു. പക്ഷെ കില്ലറിനെ അന്വേഷിച്ച് കേടി ആ ട്രീ ഹൗസിൽ കയറിയതാണ് കുമാറിനെ പ്രകോപിതനാക്കിയത്. കേടിയോട് ഇതൊക്കെ പറഞ്ഞ ശേഷം കുമാർ അവരെ കൊല്ലാനായി ഒരു വുഡ് കട്ടർ എടുത്തുകൊണ്ട് വരുന്നു. ഈ സമയം മുൻപ് ഓരോ പെൺകുട്ടികളെയായി കുമാർ ജീവനോടെ അറുത്തു കൊല്ലുന്നത് നമുക്ക് കാണിച്ചു തരുന്നു. നിന്റെ അമ്മയോടുള്ള ദേഷ്യം കാരണമല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കേടി കുമാറിനോട് ചോദിക്കുന്നു. അമ്മയെന്ന പേര് കേട്ടതും കുമാറിന്റെ മുഖഭാവം പതിയെ മാറാൻ തുടങ്ങുന്നു. നിന്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നും കേടി കുമാറിനോട് പറയുന്നു. പക്ഷെ സ്വന്തം മകനെയും ഭർത്താവിനെയും കുറിച്ച് ഓർക്കാതെ ശരീര സുഖത്തിനു വേണ്ടി നല്ലൊരു കുടുംബം നശിപ്പിച്ച ജാൻസിയെക്കുറിച്ച് പറയുന്നതും കുമാറിന്റെ ഉള്ളിൽ വീണ്ടും അവളോടുള്ള പകയാളുന്നു. കുമാറിന് വേണ്ടിയായിരുന്നു രാമപ്രസാദ് അന്ന് ട്രീ ഹൗസ് പണിഞ്ഞത്. അതിനുശേഷം അയാൾ വീട്ടിനകത്ത് തന്നെ തൂങ്ങി മരിക്കുകയായിരുന്നു. ജാൻസി തെറ്റ് ചെയ്തതുപോലെ തന്നെ അവളെപ്പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന വുമൺസ് ഓർഗനൈസേഷനിലുള്ളവരും തെറ്റുകാരാണെന്ന് കുമാർ കേടിയോട് പറയുന്നു. സ്നേഹനിധിയായ അച്ഛനെ ചതിച്ചതിന് പ്രതികാരമായിട്ടാണ് അവൻ സ്വന്തം അമ്മയും അവരെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് വിശ്വസിക്കുന്ന അസോസിയേഷൻ മെമ്പേഴ്സിനെയും കൊലപ്പെടുത്തുന്നത്. കുമാറിന്റെ സംസാരത്തിൽ നിന്നും രാമപ്രസാദിനോടുള്ള സ്നേഹമാണ് കുമാറിന്റെ ആകെയുള്ള വീക്ക് പോയിന്റ് എന്ന് കേടിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ അത് വെച്ച് രക്ഷപ്പെടാനായി അവൻ ഒരു അവസാന ശ്രമം നടത്തുന്നു. ശേഷം കേടി കുമാറിനെ കളിയാക്കുന്ന പോലെ ചിരിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ടതും കുമാർ ആകെ ഇറിറ്റേറ്റഡ് ആവുന്നു. നീ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിച്ച് കുമാർ വീണ്ടും കേടിയെ ഉപദ്രവിക്കുന്നു. പക്ഷെ വേദന മറച്ചുപിടിച്ച് കേടി വീണ്ടും കുമാറിനെ നോക്കി കളിയാക്കി ചിരിക്കുന്നു. നീ നിന്റെ അച്ഛനു വേണ്ടി പ്രതികാരം ചെയ്യുകയാണെന്നല്ലേ പറഞ്ഞത്, പക്ഷെ നിന്റെ അമ്മയുടെ സ്വഭാവം വെച്ച് നീ രാമപ്രസാദിന്റെ മകൻ തന്നെയാണെന്നതിന് എന്താണ് ഉറപ്പെന്ന് കേടി കുമാറിനോട് ചോദിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത പോലും കുമാരനെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. അത് മനസ്സിലാക്കിയ വണ്ണം കേടി വീണ്ടും സംസാരിച്ചു തുടങ്ങുന്നു. ഞാൻ രാമപ്രസാദിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടെന്നും പുള്ളിയും നീയും തമ്മിൽ യാതൊരു സാമ്യവും ഇല്ലെന്നും പറഞ്ഞ് കേടി വീണ്ടും കുമാറിനെ കളിയാക്കുന്നു. ഇത് കേട്ടതും ദേഷ്യം കൊണ്ട് കുമാർ കതവ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അല്പസമയം കഴിഞ്ഞ് രാമപ്രസാദിന്റെ ഫോട്ടോ എടുത്ത് അവൻ വീണ്ടും കേടിയുടെ അടുത്തേക്ക് വരുന്നു. രാമപ്രസാദിന്റെ ഫോട്ടോ തന്റെ മുഖത്തിനടുത്ത് വെച്ചിട്ട് എന്റെ അച്ഛന്റെ അതേ കണ്ണുകളല്ലേ എനിക്കെന്ന് കുമാർ കേടിയോട് ചോദിക്കുന്നു. പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ കേടി കുമാറിന് നന്ദി പറയുന്നു. അതെന്തിനാണെന്ന് കുമാർ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ കേടി വിസിലടിക്കുകയും ആ ശബ്ദം കേട്ട് പുറത്തെ ജീപ്പിലുണ്ടായിരുന്ന മാക്സ് അകത്തേക്ക് വരികയും ചെയ്യുന്നു. രാമപ്രസാദിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന കുമാർ അലസമായി കതക് തുറന്നിട്ടിട്ടാണ് വന്നത്. അതിനാണ് കേടി കുമാറിന് നന്ദി പറഞ്ഞത്. മാക്സ് കുമാറിനെ അറ്റാക്ക് ചെയ്യുന്ന സമയം കൊണ്ട് കേടി തന്റെ കയ്യിലെ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നു. കൃത്യം ഈ സമയത്ത് തന്നെ വർഷ അവിടേക്ക് വരുന്നു. വർഷയും കുമാറെ ഏറ്റുമുട്ടുന്ന സമയത്ത് മാക്സ് കേടിയുടെ കയ്യിലെ കെട്ട് കടിച്ചു മുറിക്കുന്നു. വർഷയെ തല്ലി അവശയാക്കിയ ശേഷം കുമാർ കേടിയുമായി ഏറ്റുമുട്ടുന്നു. പക്ഷെ ഇത്തവണ ശരീരത്തിന് ആവശ്യത കാര്യമാക്കാതെ കേടി കുമാറിനെ നിഷ്കരണം തല്ലി താഴെയിടുന്നു. ശേഷം ആര്യയെ രക്ഷിക്കാൻ അവളുടെ അടുത്തേക്ക് നടക്കുന്നെങ്കിലും കേടി ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീഴുന്നു. നെക്സ്റ്റ് സീനിൽ ദേഹമാസകലം ഗുരുതരമായി പരിക്കേറ്റ കേടിയെയും ആര്യയും ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് കാണിക്കുന്നു. ഭാഗ്യവശാൽ വർഷയ്ക്ക് കാര്യമായ അപകടം സംഭവിച്ചിരുന്നില്ല. കൊല്ലുമെന്ന് പറഞ്ഞ് കുമാർ ഭീഷണിപ്പെടുത്തി വെച്ചിരുന്ന രഞ്ജിതയെ വർഷ രക്ഷപ്പെടുത്തുന്നു.
ഒപ്പം കുമാറിനെതിരെയുള്ള അവളുടെ മൊഴി റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. ഡോക്ടേഴ്സിന്റെ പരിശ്രമങ്ങൾക്കൊടുവിൽ കേടി ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. ആര്യയും കുഞ്ഞും ഒപ്പം മാക്സും സേഫ് ആണെന്ന് അറിയുന്നതോടെ അവന് ആശ്വാസം തോന്നുന്നു. DIGയും കേടിയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. കേടിയോട് സോറി പറയുന്നതിനൊപ്പം ഡിപ്പാർട്ട്മെന്റിന് നാണക്കേട് വരാതിരിക്കാനാണ് തനിക്ക് അന്നങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നും അസുഖം ഭേദപ്പെടുമ്പോൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വരണമെന്നും DIG അവനോട് പറയുന്നു. പക്ഷെ ഇത് കേട്ടതും രൂക്ഷമായി നോക്കുന്നതല്ലാതെ കേടി അയാളോട് മറുപടിയൊന്നും പറയുന്നില്ല. ഹോസ്പിറ്റൽ വിട്ട ശേഷം കേടി നേരെ രാഘവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അറിയാതെയാണെങ്കിലും തന്റെ അടുത്ത് നിന്ന് വന്ന മിസ്റ്റേക്കിന് രാഘവന്റെ പേരൻസിനോട് കേടി മാപ്പ് ചോദിക്കുന്നു. അതിനുശേഷം ഓഫീസിൽ നിന്നും തന്റെ സാധനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വശ്യ അവനെ കാണാൻ പിറകെ ഓടി വരുന്നത്. വശ്യയെ കണ്ടതും നീ എന്നെങ്ങനെയാണ് കുമാറിന്റെ ക്ലിനിക്ക് കണ്ടുപിടിച്ചതെന്ന് കേടി അവളോട് ചോദിക്കുന്നു. കേടിയും വശ്യയുമായിട്ട് പണ്ടൊരു കേസിന്റെ പേരിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഈ കേസിലും കേടിക്ക് തന്നോടൊരു അകൽച്ചയുണ്ടെന്ന് മനസ്സിലാക്കിയ വശ്യ അന്വേഷണത്തിന്റെ ഭാഗമായി കേടിയെ ഫോളോ ചെയ്യാനായി അവന്റെ ജീപ്പിൽ ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. കേടിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് വശ്യ അവന്റെ ജീപ്പിൽ നിന്നും ആ ട്രാക്കർ എടുത്ത് മാറ്റുന്നു. പിന്നീട് കേടിയുടെയും ആര്യയുടെയും വിവാഹമാണ് കാണിക്കുന്നത്. കേടിയുടെ തന്നെ ആവശ്യപ്രകാരം സീനിയർ ഓഫീസർ അവന് തെലങ്കാനയിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നു. ഒപ്പം അവിടേക്ക് വന്ന ഇനി കേടിയുടെ പൊസിഷനിലേക്ക് വരുന്ന പുതിയ ഓഫീസർ അർജുൻ സർക്കാരിനെ അഭി കേടിക്ക് കാണിച്ചു കൊടുക്കുന്നു. നവദമ്പതികൾക്ക് അർജുൻ ആശംസകൾ അറിയിക്കുന്നു. മാത്രമല്ല നീ തെലങ്കാനയിലേക്ക് പോവുകയല്ലേ, ഇനി മുതൽ HITയെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അർജുൻ കേടിയോട് പറയുന്നു. HIT 3-ാം ഭാഗത്തിൽ പുതിയൊരു കേസ് അന്വേഷണമായി വരുന്നത് അർജുൻ സർക്കാരാണെന്ന് കാണിച്ചാണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ മൂവിയെ എക്സ്പ്ലനേഷനും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിലും അഥവാ പോരായ്മകൾ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ കമൻസിലൂടെ എന്നെ അറിയിക്കുക. ഒപ്പം യഥാർത്ഥ കൊലയാളി ആരാണെന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ ഗസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുകൂടി കമൻസിലൂടെ പറയുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.